ബാക്ക് ടു മായവി ട്രേഡിംഗ്. അപ്പോൾ എന്താ പറയുക, ഈ വാർണിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, നിങ്ങൾ മറക്കരുത്. ഓക്കെ, ഇത് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇന്ന് ലൈവ് ട്രേഡിങ്ങിനെ കുറിച്ചാണ്. ലൈവ് ട്രേഡിംഗ് ആണ്, നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ടാർഗറ്റ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ 1%. ഓക്കെ, രാവിലെ ക്രിയേറ്റ് ചെയ്തൊരു അക്കൗണ്ടാണ്. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, 2-2. ഇതൊന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് വലിച്ചു വെക്കാം, എന്നാലേ ഇത് ഇവിടെ ഇരിക്കുള്ളൂ. നമ്മുടെ ക്യാപിറ്റൽ ഇവിടെ പോയി, മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഇവിടെ പോയി. മണി മാനേജ്മെൻറ്റ് ഷീറ്റ് നമ്മുടെ ക്യാപിറ്റൽ 15,000 രൂപ. ഓക്കെ, നമ്മൾ 254 രൂപയ്ക്കാണ് നമ്മൾ ട്രേഡ് ചെയ്യേണ്ടത്. 254 രൂപയ്ക്കാണ്. അപ്പോൾ നമ്മൾ 254 ടൈപ്പ് ചെയ്തു. ഇതിൽ തന്നെ നിൽക്കുന്നത് ഏതിലാണ്? USD BRL. അപ്പോൾ BRL നമ്മൾ എടുക്കുന്നു. ഓക്കെ, എങ്ങോട്ടാണ്? കോള് അപ്പിലേക്കാണ് കേട്ടോ. 254 രൂപ അപ്പിലേക്ക് ഒരു ട്രേഡ്. USD BRL. ഓക്കെ, അപ്പിലേക്ക് ട്രേഡ് എടുത്തു. ഓക്കെ, USD ഇവിടെ നോക്ക്. നിങ്ങൾ ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. USD BRL 14.2 അപ്പിലേക്ക്. ഇത് 14.2, ഇതാ 14.2 അപ്പിലേക്കാണ് നമ്മൾ എടുത്തത്. നിർഭാഗ്യവശാൽ ക്യാൻഡിൽ താഴ്ത്തു വരുന്നു. ഒരു പ്രശ്നവുമില്ല നമുക്ക്. നമ്മളത് മണി മാനേജ്മെൻറ്റ് ഷീറ്റ് ഉണ്ട്. നമ്മളിവിടെ ജസ്റ്റ് ലോസ് ടൈപ്പ് ചെയ്യുന്നു. 490 അടുത്ത എമൗണ്ട് വെക്കേണ്ടത്. 490 വെക്കുന്നു. അടുത്ത ട്രേഡ് ഞാൻ എങ്ങോട്ട് എടുക്കും? അപ്പിലേക്ക് തന്നെ. ഇത് ലോസ് ആവുകയാണെങ്കിൽ അപ്പിലേക്ക് തന്നെ. ഓക്കെ, ഫസ്റ്റ് 1 MTGക്ക് വേണ്ടി എൻ്റെ 15,000 ഇവിടെ കണ്ടത് കേട്ടോ. ഇവിടെ നിങ്ങൾ നോക്കിക്കോണേ, ഈ എമൗണ്ട് നിങ്ങൾ നോക്കിക്കോണം. നമ്മുടെ ടാർഗറ്റ് 1% ആണ്. ക്യാപിറ്റൽ 1% മതിപ്പാ. ഒരു ദിവസം 1% എടുക്കുകയാണെങ്കിൽ അത് തന്നെ വലിയ ഭാഗ്യം. 3, 2, 1. യെസ്, ഞാൻ അപ്പിലേക്ക് എടുത്തു. ഓക്കെ, അപ്പിലേക്ക് ട്രേഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇത് വിന്നാവുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? ഓക്കെ, അപ്പോൾ ഇത് വിന്നാവുകയാണെങ്കിൽ വിന്നാവുകയാണെങ്കിൽ 137 രൂപ. ഓക്കെ, 15,000 രൂപേൻ്റെ 1% ഇൻറ്റു 1% എത്രയാണ്? 150 രൂപ. ഓക്കെ, 150 രൂപയാണ് നമുക്ക് കിട്ടേണ്ടത്. എന്ന് വെച്ചാൽ 15,150 രൂപ നമുക്കിവിടെ കിട്ടണം. നോക്കാം. ഇനി ഇത് ലോസ് ആവുകയാണെങ്കിൽ നമ്മൾ അടുത്ത സിഗ്നലിൽ എത്ര ഇടേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത സിഗ്നൽ 2.6. ഇവിടെ നോക്കിയാൽ മതി കേട്ടോ. ഇവിടെ നോക്കിയാൽ മതി. 2.6 അടുത്ത സിഗ്നൽ. 3, 2, 1. എത്ര? 15,211. നമുക്ക് എത്രയാണ് 1% വേണ്ടത്? എത്രയാണ് 1% വേണ്ടത്? 15,000 അല്ലേ? ഇവിടെ ഞാൻ പറഞ്ഞുതരാം 1% എത്രയാണ്. ഇവിടെ നോക്കി 1% എത്ര വേണം? 1% നമുക്ക് വേണ്ടത് 15,150 മതി അല്ലേ? 15,150 മതി അല്ലേ? നമുക്കിവിടെ കിട്ടിയത് എത്രയാണ്? 15,211. മനസ്സിലാവുന്നുണ്ടോ? ക്യാപിറ്റൽ 1% കിട്ടി. മനസ്സിലാവും? ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റലിൻ്റെ 1% കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ ട്രേഡ് ചെയ്യണ്ട. ഇനി ട്രേഡ് ചെയ്യാൻ പോകുന്നത് മണ്ടത്തരാണ്. ഇനി BDTയിലതാ 2.6 നെക്സ്റ്റ് ട്രേഡ്. ഓക്കെ, ട്രേഡ് ചെയ്യാൻ പോണ്ട.
നിങ്ങൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത് എനിക്ക് എന്താ പറയുക, ഓവർ ട്രേഡിംഗ് എന്ന് ഞാൻ പറയാം. നമുക്ക് 1% പോരെ. ക്യാപിറ്റലിൻ്റെ 1% ഉണ്ടാക്കാൻ വേണ്ടി എന്തോരം പേര് നെട്ടോട്ടം ഓടുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 1% എടുക്കാൻ. നിങ്ങളിപ്പോൾ ബാങ്കിൽ, ഞാൻ പറഞ്ഞ് മടുത്തു, പിന്നെ ഞാൻ പറയാണ്, ഒരു ബാങ്കിൽ 1,00,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ പെർ ഡേ നിങ്ങൾക്ക് 1% കിട്ടുമോ? ഓക്കെ, 15,000 രൂപ ഇട്ടു, നിങ്ങൾക്ക് പെർ ഡേ ഇത് കിട്ടുമോ? 1% കിട്ടുമോ? 1 കോടി രൂപ ഇട്ടു, പെർ ഡേ 1% കിട്ടുമോ? ഇല്ല. നിങ്ങൾക്ക് വർഷം 7%, 8%, 9% കിട്ടുള്ളൂ. അപ്പോൾ ദയവ് ചെയ്തിട്ട് നല്ല മണി മാനേജ്മെൻറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 1%, മാക്സിമം 2% നിങ്ങൾ നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. പിന്നെ അതിൻ്റെ ഇടയിലൊരു എന്താ പറയുക, ഗ്രീഡ്നെസ് വരുമല്ലോ മനുഷ്യന്. ഇതാണ് നിങ്ങൾക്ക് വരുന്ന ഗ്രീഡ്നെസ്, എനിക്ക് വരുന്ന ഗ്രീഡ്നെസ്. ഈ ഗ്രീഡ്നെസ് നിങ്ങൾ ഒഴിവാക്കുക. ഓക്കെ, വെറുതെ 490 രൂപയ്ക്ക് ഒരു ട്രേഡ് എടുത്തു. എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്തെങ്കിലും ആവശ്യമുള്ളതാണോ ഈ ട്രേഡ് എടുക്കുന്നത്? ഒരാവശ്യവും വേണ്ടായിരുന്നു നിങ്ങൾക്ക് എടുക്കുന്നത്, ഇങ്ങനെ ഒരു ട്രേഡ് എടുക്കുന്നതിൻ്റെ ആവശ്യം. പക്ഷേ നമ്മളെ ഗ്രീഡ്നെസ്സിനും നമ്മുടെ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡ് എടുക്കുന്നു, എന്താകുന്നു? ലോസ് കയ്യിൽ വരുന്നു. മനസ്സിലാവുന്നുണ്ടോ? ലോസ് വരുത്തിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നോക്കിയേ, ഇതേപോലെ ചറപറ ട്രേഡ് എടുക്കും. ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ വിന്നാവും, ഓക്കെ, അത് വേറെ കാര്യം. പക്ഷേ വിന്നായില്ലെങ്കിലോ, ഇത് ലോസ് ആവുകയാണെങ്കിലോ, ഓക്കെ, ലോസ് ആവുകയാണെങ്കിലോ എന്താവുമായിരുന്നു? ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഈ നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാനിപ്പോൾ ഇത് എന്തിനാണ് ഇത് കാണിച്ചു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള ഇവിടെ അടുത്ത ട്രേഡ് എടുക്കേണ്ടത് എത്രയെന്നറിയോ? അടുത്ത ട്രേഡ് എടുക്കേണ്ടത് 147 രൂപയ്ക്ക് ട്രേഡ് എടുത്താൽ മതി. അഹങ്കാരം, നമ്മുടെ അഹങ്കാരമാണ്. എന്തുകൊണ്ട്? പിന്നെ 490, ഇനിയിപ്പോൾ അത് മാറ്റാൻ പോകണമല്ലോ, അത് മാറ്റണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണത്? ഇതേപോലുള്ള എടുക്കുന്നത്. ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നിങ്ങൾ ട്രേഡ് എടുക്കരുത്, ഇങ്ങനെ നിങ്ങൾ ചെയ്യരുത്. ഇതിപ്പോൾ പ്രോഫിറ്റ് കിട്ടി, ഓക്കെ, ഇതിവിടെ നിങ്ങൾ നോക്കി, ഇത് ഇവിടെ ലോസായപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്യാൻഡിലിൽ പ്രോഫിറ്റ് കിട്ടി. പക്ഷേ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്, ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ഈ മണി മാനേജ്മെൻറ്റ് ഷീറ്റിൽ എങ്ങനെയാണോ ലോസ്, നെക്സ്റ്റ് ക്യാൻഡിൽ വിന്നായി, ഓക്കെ, ഈ ക്യാൻഡിൽ എങ്ങനെയാണോ, ഇവിടെ എങ്ങനെയാണോ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത്, ഇതേപോലെ പ്ലാൻ ചെയ്ത് പോവുക. അല്ലാതെ തോന്നുന്ന എമൗണ്ട് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ട്രേഡിൽ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടും, രണ്ടാമത്തെ ട്രേഡിൽ മൊത്തം എടുത്തുകൊണ്ട് പോകും. പിന്നെ നെക്സ്റ്റ് സിഗ്നലിൽ അടുത്ത സിഗ്നലിൽ ഈ ലോസ് കിട്ടിയിട്ട് അടുത്ത സിഗ്നലിൽ പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ആ സിഗ്നൽ എടുക്കാൻ നിങ്ങളുടെ അടുത്ത് എന്തുണ്ടാവില്ല? പണം ഉണ്ടാവില്ല, അക്കൗണ്ട് വാഷ് ഔട്ടായി പോകും. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ അടുത്ത് കയ്യിൽ 1 CR ആയിക്കോട്ടെ, 1 lakh ആയിക്കോട്ടെ, 10 lakh ആയിക്കോട്ടെ, ഇനി 10,000 ആയിക്കോട്ടെ, ദയവ് ചെയ്തിട്ട് നിങ്ങൾക്കൊരു പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, ഇത് ഫോളോ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? 1% നമുക്ക് കിട്ടും. അല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇപ്പോൾ 2% ആയില്ലേ? ഇപ്പോൾ എത്രയായി നോട്ടെ? 300, ഏകദേശം 2%-ൻ്റെ അടുത്ത് വന്നു, ഏകദേശം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇത് ഈ ഒരു ചാർട്ടിൽ നിങ്ങൾക്ക് എമൗണ്ട് കിട്ടുന്നത് വെച്ചാൽ 80% എബോവ് പേ ഔട്ട് എന്ന് വെച്ചാൽ ഇവിടെ കണ്ടോ 90%, 95%, ഇവിടെ 77%, ഓക്കെ, നിയർ ടു 80. ഇവിടെയൊക്കെ നമുക്ക് കുറച്ച് കുറവായിരിക്കും, ഓക്കെ, പക്ഷേ ഇവിടെ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇവിടെ നമുക്ക് കൂടുതൽ കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 90%, 80% എബോവ് ഉള്ളതിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഈ പറഞ്ഞ പോലത്തുള്ള പ്രോഫിറ്റ് കിട്ടും. 80% കുറച്ച് താഴെയാകുമ്പോൾ ഇതിൽ കുറച്ച് വേരിയേഷൻ ഉണ്ടാവുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അത്ര വലിയ വേരിയേഷനൊന്നും വരില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യാം. ഇനി താഴോട്ട് ഇഷ്ടംപോലെ സിഗ്നൽസ് ഉണ്ട്, ഞാൻ കാണിക്കുന്നില്ല. അത് കാരണം ഇപ്പം ലൈവാണ്, ഇപ്പം നടക്കുന്നതാണ്. ഇപ്പം ഞാൻ 2 o'clock ഇതുണ്ടോ 153 സിഗ്നൽ ഇത് കൊടുത്തു. 2 o'clock സിഗ്നൽസ് ഞാൻ കൊടുത്തേക്കണത് കണ്ടോ. ഇന്നത്തെ കുറച്ച് മേലോട്ട് പോയി ഇതുണ്ടോ, December 10 കാണിച്ചു തരാം. December 10 ഇപ്പോഴത്തെയാണിത്, ഇന്നത്തെ 2 മണിൻ്റെയാണ്.
മാർക്കറ്റ് വളരെ മോശമായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമ്മൾ 11 o'clock 11:30 വെച്ചു. പക്ഷേ അത് മാർക്കറ്റ് മോശം. അപ്പോൾ അതൊക്കെ നമ്മൾ നോക്കും, അല്ലാതെ വെറുതെ എടുത്തോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വലിച്ചു വാരി തരികയല്ല. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് ഇപ്പോൾ 2 o'clock മാർക്കറ്റ് ഓക്കെ എന്നുള്ളത് നമുക്കൊക്കെ മനസ്സിലായപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ട്രേഡ് കൊടുത്തു. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. 1%, 2%, 3% മാക്സിമം എടുത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ എന്ത് ചെയ്യുക? ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിലൊക്കെ ക്ലിക്ക് ചെയ്ത് ഇതാക്കി ഒക്കെ ചെയ്യുക. ഓക്കെ, എന്ത് സപ്പോർട്ടിനും എന്തിനും ഞാനുണ്ടാവും. എനിക്ക് മെസ്സേജ് അയയ്ക്കുക, വോയിസ് മെസ്സേജ് അയക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം, എൻ്റെ അടുത്ത് നിന്ന് റിപ്ലൈ വരാൻ ചിലപ്പോൾ കുറച്ച് ഡിലേ ആവും. കാരണം ഞാൻ വെച്ചാൽ ഫോറക്സ് നോക്കുന്നുണ്ട്, ഇത് ബൈനറി നോക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പല ട്രേഡിങ്ങും കാര്യങ്ങളും നോക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് പേർക്ക് മെസ്സേജിന് റിപ്ലൈ, ഫസ്റ്റ് അയച്ചവർക്ക് ഫസ്റ്റ് റിപ്ലൈ എന്ന് പറഞ്ഞുകൊണ്ട് റിപ്ലൈ കൊടുക്കുന്നു. അതുപോലെ തന്നെ ഞാനും ഒരു ഫാമിലി മാൻ അല്ലേ, അപ്പോൾ എനിക്കും കുടുംബത്തെ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഉള്ള സമയങ്ങളിലാണ് നിങ്ങൾക്ക് റിപ്ലൈയും കാര്യങ്ങളൊക്കെ വരുള്ളൂ. അപ്പോൾ ദയവ് ചെയ്തിട്ട് എല്ലാവരും എൻ്റെ റിപ്ലൈക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, താങ്ക് യു.